MA ബേബി CPM ജനറൽ സെക്രട്ടറി ആകും. അന്തിമ തീരുമാനം കേന്ദ്ര കമ്മിറ്റിയിൽ. KK ശൈലജയെ PBയിലേക്ക് പരിഗണിക്കില്ല. ശൈലജയെ വെട്ടിയത് കേരള ഘടകം തന്നെ. PK ശ്രീമതിക്ക് ഇളവ് നൽകിയേക്കും. കേരളത്തിൽ നിന്ന് പുതുതായി ആരും PBയിൽ ഉണ്ടായേക്കില്ല എന്നും സൂചന. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗൗതം, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നവർ മാത്രമേ CPMന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരികയുള്ളൂ എന്ന ആക്ഷേപങ്ങളെല്ലാം നിലനിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ പരിഹാസങ്ങളെല്ലാം നിലനിൽക്കുകയാണ്. MA ബേബി CPM ജനറൽ സെക്രട്ടറി ആകുമെന്നൊരു റിപ്പോർട്ട് ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. കേരള ഘടകത്തിന് എതിർപ്പുണ്ടായിരുന്നു എന്ന് ആദ്യഘട്ടത്തിൽ പറയുമ്പോഴും പിന്നീട് MA ബേബി ജനറൽ സെക്രട്ടറിയായി വരിക എന്ന് പറയുന്നത് സംസ്ഥാന ഘടകത്തിന് ഏറ്റ ഒരു വലിയ തിരിച്ചടിയായി നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. മാത്രവുമല്ല, അന്തിമ തീരുമാനം കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും KK ശൈലജ ഉൾപ്പെടെ PBയിലേക്ക് പരിഗണിക്കില്ല എന്നൊരു സൂചന കൂടി ഉണ്ടല്ലോ. ദേവിക, MA ബേബിയുടെ പേര് ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. CPMന്റെ 24ാമത്തെ പാർട്ടി കോൺഗ്രസ് ഇന്ന് മധുരയിൽ സമാപിക്കാനിരിക്കെ ഇനിയും ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ശേഷിക്കുന്നത്. MA ബേബി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും അതോടൊപ്പം തന്നെ പുതിയ പോളിറ്റ് ബ്യൂറോയുടെയും പുതിയ കേന്ദ്ര കമ്മിറ്റിയുടെയും ഔദ്യോഗികമായ പ്രഖ്യാപനം ഇന്നിപ്പോൾ CPMന്റെ നേതാക്കൾ മധുരയിൽ വെച്ച് നടത്താൻ പോകുന്നു. MA ബേബിയുടെ പേര് ആദ്യം മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ CPMന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തെ തുടർന്ന് പിന്നീട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ട പേരുകളിൽ ഒന്ന് MA ബേബിയുടേതാണ്. MA ബേബി കഴിഞ്ഞ കുറേ നാളുകളായി പോളിറ്റ് ബ്യൂറോ അംഗമാണ്. മാത്രമല്ല ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായ പ്രഖ്യാപനവും നടന്നിരിക്കുകയാണ്. MA ബേബി CPMന്റെ ആറാമത്തെ ജനറൽ സെക്രട്ടറി ആകും. EMS നമ്പൂതിരിപ്പാടിന് ശേഷം CPMന്റെ ജനറൽ സെക്രട്ടറി ആകുന്ന രണ്ടാമത്തെ മലയാളി എന്നതാണ് MA ബേബിയുടെ ഏറ്റവും വലിയ സവിശേഷത. CPMന്റെ ജനറൽ സെക്രട്ടറിമാരിൽ ആറാമത്തെ ജനറൽ സെക്രട്ടറി ആകും. പാർട്ടി രണ്ടായി പിളർന്നതിന് ശേഷം ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിരുന്നത് പിന്നീട് 1964 രണ്ടായി പിളരുകയും CPMഉം CPIയും രൂപപ്പെട്ടതിന് ശേഷം ഇതുവരെ 5 ജനറൽ സെക്രട്ടറിമാരാണ് CPMന് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് സുന്ദരയ്യ, മറ്റ് രണ്ടാമത്തെ ജനറൽ സെക്രട്ടറി ആയത് EMS നമ്പൂതിരിപ്പാട്, അതിനുശേഷം പിന്നീട് പഞ്ചാബിൽ നിന്നുള്ള നേതാവ് ഹർകിഷൻ സിംഗ് സുർജിത്ത്, അതിനുശേഷം പ്രകാശ് കാരാട്ട്, പിന്നീട് സീതാറാം യെച്ചൂരി. അങ്ങനെ ഇതുവരെ 5 ജനറൽ സെക്രട്ടറിമാരെയാണ് CPM കണ്ടിട്ടുള്ളതെങ്കിൽ ആറാമത്തെ ജനറൽ സെക്രട്ടറിയായി മലയാളിയായിട്ടുള്ള MA ബേബിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. MA ബേബി കഴിഞ്ഞ കുറേ നാളുകളായി CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും രാജ്യ തലസ്ഥാനമായ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയുമാണ്. അദ്ദേഹത്തെ ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുമ്പോൾ MA ബേബിക്ക് മുന്നിൽ വലിയ കടമകൾ തന്നെയാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദാര്യത്തിൽ മാത്രം ഒരു ദേശീയ പാർട്ടിയായി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് MA ബേബി പാർട്ടിയുടെ താക്കോൽ സ്ഥാനം ഏറ്റെടുക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം. കാരണം CPMന്റെ ഈ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ചിട്ടുള്ള സംഘടനാ റിപ്പോർട്ടിനകത്ത് തന്നെ പറയുന്നത് പാർട്ടിക്ക് ഒരു തരത്തിലും പുതിയ തലമുറയെ ആകർഷിക്കുവാനോ അല്ലെങ്കിൽ സംഘടനാ മികവ് തെളിയിക്കുവാനോ കഴിയുന്നില്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രമല്ല, മറ്റ് രംഗങ്ങളിലും, അതായത് തൊഴിലാളി വർഗ വിഭാഗത്തെ അണിചേർക്കുന്നതിലോ കർഷകരെ ുമൊക്കെ CPM ദയനീയമായി പരാജയപ്പെടുന്നു. കേരളത്തിൽ മാത്രമാണ് സംഘടനയ്ക്ക് പ്രവർത്തനമുള്ളത് അല്ലെങ്കിൽ അടിത്തറയുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിഷ്പ്രഭമാകുന്നു അല്ലെങ്കിൽ നാമാവിശേഷമായി പാർട്ടി മാറുന്നു എന്ന വിലയിരുത്തലും എന്ന തിരിച്ചറിവും CPIM സ്വയം നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് ആറാമത്തെ ജനറൽ സെക്രട്ടറിയായി MA ബേബി അധികാരമേൽക്കാൻ പോകുന്നത്. അതിനാൽ MA ബേബിയെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിൽ ഇനിയും CPMനെ അഖിലേന്ത്യാ തലത്തിൽ നയിക്കും എന്ന വലിയൊരു ദൗത്യം ഇദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും CPMന് പാർലമെന്റിനകത്താണെങ്കിലും അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളുടെ നിയമസഭകളിലാണെങ്കിലുമുള്ള സംഘടനാ ശേഷി അത് ദുർബലമായി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പാർട്ടി കോൺഗ്രസിൽ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്, അതായത് കണ്ണൂരിൽ നടന്ന 23ാം പാർട്ടി കോൺഗ്രസിന് ശേഷം കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 13 നിയമസഭാ തെരഞ്ഞെടുപ്പും 1 ലോക്സഭാ തെരഞ്ഞെടുപ്പുമാണ് നടന്നിരിക്കുന്നത്. ഈ 13 തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിൽ നിയമസഭയിൽ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് 24% എന്ന ഒരു നാണക്കേടില്ലാത്ത രീതിയിലുള്ളൊരു പെർഫോമൻസ് CPM നടത്തിയിരിക്കുന്നത്. അവിടെയും അധികാരത്തിലെത്താനോ BJPയെ പരാജയപ്പെടുത്താനോ CPMന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ 24% വോട്ട്, അതും കോൺഗ്രസുമായി സഖ്യം ചേർന്ന് മത്സരിച്ചപ്പോൾ 24% വോട്ടെങ്കിലും ത്രിപുരയിൽ CPMന് നേടാൻ കഴിഞ്ഞു. ബാക്കി 12 നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPMന്റെ അവസ്ഥ എന്ന് പറയുന്നത് 1% വോട്ട് പോലും ഒരു സംസ്ഥാനത്ത് നേടിയിട്ടില്ല. അതായത് CPMന്റെ കേന്ദ്ര കമ്മിറ്റി നടക്കുന്ന രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ ഉൾപ്പെടെ CPM തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, രാജസ്ഥാനിൽ മത്സരിച്ചു, മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ മത്സരിച്ചതിൽ
കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള 13 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിൽ മാത്രം 24% വോട്ട് നേടിയത് ഒഴിച്ചാൽ ബാക്കി ഒരു സംസ്ഥാനങ്ങളിലും 1% വോട്ട് പോലും CPM നേടാൻ കഴിഞ്ഞിട്ടില്ല. അതായത് പാർട്ടി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബി വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ദേശീയ പാർട്ടിയായി നിലനിൽക്കുന്ന ഘട്ടത്തിലുമാണ്